തിരിച്ചു എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയത്തി, എൻ്റെ ഫാമിലി, എനിക്ക് മനീഷേട്ടൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് കാരണമാണ് എനിക്ക് ഒരു ദിവസം പോലും ഷൂട്ട് മുടങ്ങാതെ നാഗ്പൂരിൽ നിന്ന് അവിടെ പോയി അതെ, സപ്പോർട്ട് സിസ്റ്റം ആണ് അപ്പുറത്തിരിക്കുന്നത്. സത്യം, എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് എല്ലാരും പറയും കല്യാണത്തിന് മുന്നേ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് കണ്ടു, ഹസ്ബൻഡ് ഭയങ്കര ഇതായി പോയി എന്നാണ് കേൾക്കുന്നത്. കല്യാണ ശേഷം നിങ്ങൾക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ഈസി ആയിരിക്കും. ഒരു നോർമൽ ഏത് കല്യാണം എന്തായാലും കോർട്ട്ഷിപ്പ് പീരീഡ് മിനിമം 3 to 6 months വേണം. ഒരു മാസം ആൾക്ക് ആക്ട് ചെയ്യാൻ പറ്റും, 2 മാസം. പക്ഷെ 3 മാസം എന്തെങ്കിലും അത് പറ്റില്ല. ടിക്കറ്റ് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഇഷ്ടമാണ്. പാർട്ട്ണർ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. അതറിയില്ലേ, കല്യാണം കഴിഞ്ഞ ഭാര്യ ഉപദേശിച്ചാലും ഭർത്താവ് ഉപദേശിച്ചാലും മിണ്ടാണ്ടിരുന്ന് കേക്കണം. ബിരിയാണി ഇഷ്ടമാണ്, പക്ഷെ അതിലത്ത് ബീഫ് ബിരിയാണിയാണ് മസ്റ്റ്. ചിക്കൻ ബിരിയാണി. നമ്മൾ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഉള്ള ഒരു നെഗറ്റീവ് രജിസ്ട്രേഷൻ വരുമോ, അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടാ? എസ്പെഷ്യലി അമ്മമാരില്ലേ, അവര് ഭയങ്കര ദേഷ്യത്തില് വരും. ഇങ്ങനെ നോക്കും, പിന്നെ കുറച്ച് മൈൻഡ് അടിക്കത്തില്ല കേട്ടോ, വേദികയാണല്ലോ, അതുകൊണ്ട് ചിലവര്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. എന്താ കുടുംബങ്ങൾക്ക് പാർട്ട് 2 കാണാത്തെ? അയ്യോ, ഇതന്നെ എല്ലാരും ചോദിക്കുന്നത്. ഞാനും അതെ, കമന്റ് ബോക്സ് നോക്കുമ്പോ എല്ലാരും ചേച്ചിയുടെ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാരും ഒത്തിരി എന്റെ. അപ്പൊ എല്ലാരും അതിന്റെ ഇടയ്ക്ക് കുറെ കമന്റ് ചേട്ടൻ വിടാത്തയാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയ്യോ പാവം, അത് വിട്ടിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷം കുടുംബവിളക്ക് ചെയ്തിട്ടുണ്ട്. പാവമുണ്ട്, അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കുടുംബവിളക്ക് പാർട്ട് 1 തന്നെ ഒരു എനിക്ക് നമ്മൾ 3.5 years കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 3.5 years ഒക്കെ വർക്ക് ചെയ്യാൻ സമ്മതിച്ചു. സപ്പോർട്ട് വേണം, സപ്പോർട്ട് തന്നു. അതെ, സപ്പോർട്ട് സിസ്റ്റം ആണ് അപ്പുറത്തിരിക്കുന്നത്. സത്യം, എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് എല്ലാരും പറയും കല്യാണത്തിന് മുന്നേ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് കണ്ടു, ഹസ്ബൻഡ് ഭയങ്കര ഇതായി പോയി എന്നാണ് കേൾക്കുന്നത്. പക്ഷെ എന്റെ കേസില് കല്യാണത്തിന്റെ മുന്നത്തെ കാട്ടും കല്യാണം കഴിഞ്ഞാണ് ഞാൻ ഭയങ്കര. അതിന്റെ ഹാർഡ് വർക്ക്. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടീവിലേക്ക്. എനിക്ക് ഇവിടെ നോക്കുമ്പോ ഭയങ്കര സ്വീറ്റാ. ശരിക്കും ഞാൻ വെറുതെ പറയല്ല, ഞാൻ ചുമ്മാ പറയാറില്ല. കല്യാണ ശേഷം നിങ്ങൾക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോ ശരണ്യ എന്തെങ്കിലും കൺസൾട്ട് ഉണ്ടായ ഞങ്ങൾ ഫാമിലി ആയിട്ട് മൊത്തം കളക്റ്റീവ് ഡിസിഷൻ ഡിസ്കസ് ചെയ്യും. അതിന്റെ മുമ്പ് അതിന് അത്ര ഗൈഡൻസ് കിട്ടില്ല. കല്യാണ ശേഷം ഞങ്ങൾ മൊത്തം കളക്റ്റീവ് ഡിസിഷൻ ആയിട്ട് എടുത്തിട്ട് പിന്നെ അങ്ങനെ ഓരോ ഡിസിഷനിലേക്ക്. ഇപ്പൊ ഇൻ കേസ് ഇപ്പം ഞാൻ ജോലിക്ക് ഇപ്പം ജോലി എന്ന് പറയുന്നത് ഷൂട്ടിന് പോകുമ്പോ ഭയങ്കര ജോലിയാ, മനസ്സിലായേ? അല്ല, ഞാൻ ഷൂട്ടിന് പോകുമ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മനീഷേട്ടന്റെ സൈഡിൽ നിന്ന് മനീഷേട്ടൻ ഭക്ഷണം കഴിക്കുന്നില്ല എടുത്തു കൊടുക്കാതെ എന്നൊക്കെ എനിക്ക് പോകാൻ പറ്റുമോ? ഇല്ല, സ്ട്രഗിൾ ചെയ്യും. നമുക്ക് ഷൂട്ടിന്റെ ഇടയിലും ടെൻഷൻ ആയിരിക്കും. അയ്യോ, കഴിച്ചോ, ചൂടാക്കിയോ, അയ്യോ എന്തായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക അങ്ങനെ. പക്ഷെ ഫോർ താങ്ക്സ് ടു മനീഷേട്ടന്റെ മമ്മി കറക്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യും. ഇൻ കേസ് കൊടുത്തില്ലെങ്കിൽ തന്നെ, അങ്ങനെ ഉണ്ടായിട്ടില്ല, ചേച്ചിയും കൊടുക്കും, ചേട്ടത്തി അമ്മയുണ്ട്, അതും അമ്മാതിരി സ്നേഹിക്കും. ഭയങ്കര ഫാമിലി ജോയിന്റ് ഫാമിലിയാണ്. അപ്പം ഇപ്പൊ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്ന സംഭവം ജോയിന്റ് ഫാമിലി. അങ്ങനെ പവർ അതാണ്. എന്റെ കല്യാണത്തിന് പ്രപ്പോസൽ വന്നപ്പോ ഞങ്ങൾ ഫസ്റ്റ് ഡിസ്കഷൻ അത് തന്നെ ചെയ്ത്, എന്റെ ജോയിന്റ് ഫാമിലിയാണ്, യു വിൽ ബി ഗെറ്റിംഗ് 2 moms 2 dads. So she was quite okay with that. And she was like, എനിക്ക് അങ്ങനെ തന്നെ ഫാമിലി വേണം, ജോയിന്റ് ഫാമിലി. പിന്നെ അത് ഓൾമോസ്റ്റ് എന്റെ ഫാമിലിയിലെ ഫസ്റ്റ് അത് സംസാരിച്ചു എന്റെ ഫാമിലിയിലെ ഞാൻ ഭയങ്കര ജോലിയായി, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിസിഷൻ എടുത്തു. ഓക്കെ, അപ്പൊ ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിലല്ലേ? ഇപ്പൊ എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ട്. ഞാൻ പോയാൽ തന്നെ മനുഷ്യന്റെ കാര്യങ്ങൾ അവിടെ അമ്മ നോക്കിക്കോളും, ചേട്ടത്തി അമ്മ നോക്കിക്കോളും. ഇനി ആരും നോക്കിയാലും നോക്കിയില്ലെങ്കിൽ ഇൻ കേസ് ടൈം ഇല്ലെങ്കിൽ തന്നെ മനുഷ്യൻ എന്നെ ഹേർട്ട് ചെയ്യത്തില്ല, തന്നെ പോയി എടുത്ത് ചൂടാക്കിയൊക്കെ തിന്നോളും. അയ്യോ, ടെൻഷനും വേണ്ട. ഇപ്പോഴും പറഞ്ഞില്ല എന്താ പാർട്ട് 2 ഇല്ലാത്തത്? പാർട്ട് 2 ഇല്ലാത്തത് എനിക്ക് കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്.
ഉണ്ട്. എനിക്കും ഉണ്ട്, മനീഷേട്ടനും ഉണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ പിന്നെ ഇനി ഇങ്ങനെ ഇടായിരിക്കും ഇവരുതാ ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് പറഞ്ഞിടരുത്. അതല്ല ഗൈസ്, അതല്ല. ആക്ച്വലി ശരണ്യ ഓൾമോസ്റ്റ് 3 years ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു സ്ട്രെസ് പിന്നെ ഒത്തിരി അതുകൊണ്ട് പഠിച്ചു ആക്ടിങ് ഒക്കെ. അപ്പൊ ഞങ്ങൾ ഒരു സ്റ്റോപ്പേജ് എടുത്തു. കാരണം അത് ഞങ്ങൾക്ക് ഒരു വലിയൊരു സംഭവം വരാൻ ഞങ്ങൾ ഒരു സംഭവത്തിലേക്ക് കിടക്കാൻ ഉണ്ട്. സംഭവത്തിന് വേണ്ടി ഇങ്ങോട്ട് ഒന്നൊന്ന് നമ്മൾ പ്രിപ്പയർ പ്രിപ്പറേഷൻ ടൈം. അപ്പൊ അത് സസ്പെൻസ് ആണ്. അത് ഞാൻ അതവിടെ ഇരുന്നോട്ടെ. ഓൾമോസ്റ്റ് നെക്സ്റ്റ് 2 months നിങ്ങൾ എല്ലായിടത്ത് ശരണ്യനെ കാണും. ഈ കണ്ടില്ലേ, നിഷ്കളങ്കനാണ്, സപ്പോർട്ടീവ് ആണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഗേൾസിന് ഇല്ലാത്തതും അതാണ്. സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്. പുകഴ്ത്തുമെന്ന് വിചാരിക്കണ്ട, ഞാൻ സത്യം പറയുന്നത്, സിൻസിയർ ആയിട്ട് പറയണേ. ചേട്ടൻ എൻജോയ് ചെയ്യാനുണ്ട്. പറഞ്ഞു ഓക്കെ എന്നൊക്കെ. നിങ്ങൾക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടല്ലേ രണ്ടുപേർക്കും? രണ്ടുപേർക്കും ഇഷ്ടല്ലേ? ഇഷ്ടമാണ്, പക്ഷെ അറിയില്ല ഒന്ന്. എനിക്കാണ് എന്നെ വീട്ടിൽ കണ്ടിട്ടില്ലല്ലോ, കാണണം. കാണാം നമുക്ക്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ സൂപ്പർ ആക്റ്റീവ് ആണ്. ഇങ്ങനെ ഡാൻസ് കളിച്ച് പാട്ട് പാടി അങ്ങനെ നടക്കത്തുള്ളൂ. അപ്പം മനീഷേട്ടനെ അറിയാം, ഡാൻസ് എനിക്ക് അറിയാം, അല്ലെങ്കിൽ കളിക്കും എന്നുള്ളത് അറിയാം. ഏറ്റവും കൂടുതൽ മനീഷേട്ടന് പണി പറ്റിയതും ഡാൻസിങ് സ്റ്റാറിൽ പേരായി ഈ എല്ലാരും ഇങ്ങനെ ഭരിക്കുന്നതൊക്കെയാ ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ ഇവിടെ വന്നു കഴിയുമ്പോ സ്റ്റെപ്പ് പ്രോപ്പർ അല്ല, മുദ്ര ഇതൊക്കെ കറക്റ്റ് ചെയ്യണ്ടേ. കൂടുതൽ പറഞ്ഞിട്ടാ കൂടുതൽ വിളച്ചില് കൊറിയോഗ്രാഫർ, ഡയറക്ടർ എല്ലാവരും. പക്ഷെ നല്ല മെമ്മറീസ് ഉണ്ട് അവിടെ, കുറെ മെമ്മറീസ്. ഇപ്പോഴും മനീഷേട്ടനാ ഞാൻ ഗന്ധർവനൊക്കെ ചെയ്ത പാട്ടൊക്കെ ഇപ്പോഴും എടുത്തിങ്ങനെ ഭയങ്കര മെമ്മറി ആയിരുന്നു. ഡാൻസിങ് സ്റ്റാർ ഞങ്ങൾക്ക് നല്ല ടൈം കിട്ടി. ആഫ്റ്റർ മാരേജ് ഞങ്ങൾക്ക് ഒത്തിരി തിരക്കുണ്ടായി രണ്ടുപേർക്ക്. പക്ഷെ ഡാൻസിങ് സ്റ്റാർ കാരണം ഞങ്ങൾക്ക് ഒത്തിരി ടൈം കിട്ടി. പ്ലസ് ഞങ്ങൾക്ക് ഒത്തിരി ഏർണിങ്സ് ഉണ്ടായി ഡാൻസിങ് സ്പെഷ്യലി. പിന്നെ ഞങ്ങൾ കയറിയപ്പോ തന്നെ മൊത്തം ആൾക്കാർ വലിയ ഡാൻസേഴ്സ് ഉണ്ടായി. ചെറുപ്പം മുതൽ ഓൾമോസ്റ്റ് 15 to 16 years എക്സ്പീരിയൻസ്. ഞങ്ങൾ അവിടെ പോയി നോക്കാണ്. എനിക്കൊന്ന് ഡാൻസ് എനിക്ക് ഒരു 0 എക്സ്പീരിയൻസ്. പിന്നെ ശരണ്യ എന്റെ ബലമുണ്ടായി. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പെർഫോമൻസ് എന്തായാലും ഞങ്ങൾ പെർഫോമൻസ് കൊടുക്കും, ഡാൻസിങ് ഇല്ലെങ്കിൽ പെർഫോമൻസ്. അപ്പൊ ഞങ്ങൾ കയറിയപ്പോ തന്നെ ഫസ്റ്റ് ഞങ്ങളുടെ ഗോൾഡൻ ബസർ ഞങ്ങൾക്ക് തന്നെ കിട്ടി. മനീഷേട്ടനോട് ഞാൻ പറഞ്ഞു, മനീഷേട്ടാ മിക്കവാറും എല്ലാം നടക്കും, എല്ലാരും ഭയങ്കര കൊറിയോഗ്രാഫേഴ്സും നമ്മൾ അവിടെ പോയി ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞില്ല ആരൊക്കെ ഉണ്ടെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതെല്ലാം കാണുന്നത്. ഇനിഷ്യലി ഞങ്ങൾക്ക് തോന്നി ഇത് ഒരു നജ്പലിയ പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ട് നോർത്തില്. അപ്പൊ അതില് നോൺ സെലിബ്രിറ്റി കപ്പിൾസ് ഉണ്ടാവും, അതിലൊക്കെ നോൺ ഡാൻസർ, അതിലെ ഡാൻസർ ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങള് തോന്നുന്നു ആ ഫോർമാറ്റില് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോ എല്ലാവരും 15 years 20 years അങ്ങനത്തെ അപ്പൊ മനീഷേട്ടൻ ഇങ്ങനെ എന്നെ നോക്കുന്നു, ഞാൻ ജാമ്പോ പെട്ടു. എന്നാലും ഞാൻ മനുഷ്യട്ടൻ ചെയ്യും. അപ്പൊ മനുഷ്യട്ടൻ പറഞ്ഞു, നീ നോക്കിക്കോ, ഈ ബൂ ആണ് പറയുന്നത് ഗോൾഡൻ ബസർ. ഞാനപ്പൊ മനസ്സില് ഈ മനുഷ്യൻ എന്തൊക്കെയാണോ ഈ വിളിച്ചു. കാരണം ഞങ്ങൾക്ക് വന്നപ്പോ ആർക്ക് എത്ര പ്രതീക്ഷ ഉണ്ടായില്ല ഞങ്ങൾ ഇത്ര ഒക്കെ സെമി ഫൈനൽ വരെ പോകും. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട്സ് ഞങ്ങൾ കിട്ടി. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ബസർ എടുത്തു. പിന്നെ ഞങ്ങൾ കൊറിയോഗ്രാഫേഴ്സ്, ഡയറക്ടേഴ്സ്, ഞങ്ങളുടെ ആ ടീം, ഈവൻ കോ കണ്ടസ്റ്റന്റ് ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ഉണ്ട്. നല്ല ഒരു ഫാമിലി പോലെ ഉണ്ട്. ഒരു കോമ്പറ്റീഷൻ പോലെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അപ്പൊ എല്ലാവരുടെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഒക്കെ അങ്ങനെ ഉണ്ടായിട്ട് ജോളി ആയിട്ടുള്ള ജഡ്ജസ് എല്ലാം ഹെൽപ്ഫുൾ ഉണ്ട്. ഇപ്പൊ ഞങ്ങള് പറഞ്ഞു നമുക്ക് ഞങ്ങളുടെ 100 അല്ല 200% കൊടുക്കാം. അത് കിട്ടിയപ്പോഴല്ലേ ഞാനിങ്ങനെ അത് ശരണ്യയുടെ ഫസ്റ്റ് ഡ്രീം ഉണ്ട്, എനിക്ക് ഒരു ഗോൾഡൻ ബസർ വേണം. അത് എന്തായാലും ഞങ്ങൾ നോക്കാം. പക്ഷെ ഭയങ്കര കഷ്ടപ്പെട്ടു കേട്ടോ. ഈ നോൺ ഡാൻസർ അല്ലാത്ത ഒരു നോർമൽ മാനെ കൊണ്ട് ഡാൻസ് പഠിച്ചെടുത്തു അവിടെ ഒത്തിരി ഇങ്ങനെ വന്ന ആള് ഇങ്ങനെ. പക്ഷെ അത് നിങ്ങൾ എവിടെ പോയി പിന്നെ നിങ്ങളുടെ ഡാൻസ് സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങള് ഡാൻസ് അത് കുറച്ചൊക്കെ ജീവിക്കണമെങ്കിൽ ആളെ ജോലി ചെയ്താൽ കാര്യം നടക്കും. ബ്രെഡ് ആൻഡ് ബട്ടർ മെയിൻ ബിസിനസ് ആണ്.
പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഞങ്ങൾ റീൽസ് ഒക്കെ ആക്റ്റീവ് ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ പ്രൊഫൈലൊക്കെ. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ്, പക്ഷെ എന്നാലും ചെയ്യുന്നുണ്ട്. അപ്പഴാ ഞാൻ തെയ്യം സംഭവമൊക്കെ കണ്ടേ. ആ തെയ്യം, അയ്യോ ഞാൻ മനുഷ്യനെ എന്തൊക്കെ ചെയ്യിപ്പിച്ചു, ആദിവാസിയാക്കി. ആ തെയ്യം കളിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഭയങ്കര തെയ്യം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമെന്ന്. ചെയ്യല്ലേ? അതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. പ്രൊഫഷണൽ ആയിട്ട് ഇല്ല ഞാൻ പറഞ്ഞു അതിനു വേണ്ടി ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. ആ ഡാൻസ് തീമിന് അതിനു വേണ്ടി ഞങ്ങള് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് തെയ്യം ഡാൻസറിന് അവിടുന്ന് കണ്ണൂരിന് കൊണ്ടുവന്നു, വിളിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് 10 days ഞങ്ങൾ വ്രതം വെച്ചു. പ്രോപ്പർ ഞങ്ങളുടെ മേക്കപ്പ് ഒക്കെ ഒറിജിനൽ തെയ്യം ചെയ്യണ ആൾക്കാർ തന്നെ ഒക്കെ ചെയ്തു. അത് യു ഡോണ്ട് ബിലീവ്, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മള് വെറുതെ ഉള്ളതല്ല വരയ്ക്കുന്നത്, ഇത് വരയ്ക്കുന്നോണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പവർ വരും, പെർഫോം ചെയ്യുമ്പോൾ കണ്ട എന്തെങ്കിലും പവർ വരും എന്ന് പറഞ്ഞിരുന്നു. ഞാനത് എന്തായാലും ഞാൻ ബിലീവ്, എനിക്ക് അറിയത്തില്ല അങ്ങനെ പവർ ആവുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു പോയി. പക്ഷെ എനിക്ക് പവർ കേറി ഞാൻ അവിടെ ആ എപ്പിസോഡിൽ എനിക്ക് പവർ കേറിണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് കൈ ഷിവറൊക്കെ ചെയ്ത് തന്നെ കുറെ നേരം എടുത്തിട്ട് കൺട്രോൾ ചെയ്ത് ഇരുത്തിയത്. ആ മേക്കപ്പ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓൾമോസ്റ്റ് 3 hours മേക്കപ്പ് ചെയ്തു. 3 hours മേക്കപ്പ് ഒരാൾക്ക്. പിന്നെ ഞങ്ങള് ഡെഡിക്കേറ്റഡ് പേഴ്സൺ തെയ്യം ചെയ്യണ ആൾക്കാരനെ വിളിച്ച് അവര് മാഷയുണ്ട് അവിടുത്തെ അവരൊക്കെ പ്രോപ്പർ ഞങ്ങള് 10 days വ്രതം എടുത്ത് ഞങ്ങള് ചെറുപ്പ് പോലെ ഇട്ടില്ല, നോൺവെജ് ഒന്നും കഴിച്ചില്ല. അങ്ങനെ ഭയങ്കര ഡെഡിക്കേഷൻ. ഞാൻ ഇപ്പൊ പറയാൻ വരാം, നിങ്ങൾ എല്ലാ കാര്യം പറയുമ്പോഴും ഭയങ്കര ഡെഡിക്കേഷൻ ഫീൽ അങ്ങനെ തന്നെയാ. പ്രൊഫഷണൽസ് ആണ് അത്. ഞാൻ ശരണ്യ കൊണ്ട് പഠിച്ചു. എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങള് 100% കൊടുക്കണം. അത് നമ്മൾ ആ ഓഡിയൻസിന് കൊടുക്കുന്ന ഒരു നമ്മുടെ ഒരു ഗിഫ്റ്റ് പോലെ. പിന്നെ അത് ഫസ്റ്റ് ടൈം ഞങ്ങള് തോന്നുന്നു, ഫസ്റ്റ് ടൈം തന്നെയാണ് ഒരു തെയ്യം ഇത്ര നല്ലോണം ചെയ്യുന്നത് ടിവിയിലെ ടെലിവിഷനിൽ. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഓൾ ഓവർ വേൾഡിന് ഞങ്ങൾക്ക് നല്ല അതിന്റെ അഭിപ്രായം കിട്ടി, ഒക്കെ കോംപ്ലിമെന്റ്സ് കിട്ടി. എല്ലാ US UK എല്ലായിടത്തെ ഹാപ്പി. താങ്ക് യു സോ മച്ച്. ഈ നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ ഉള്ളൊരു പേടി ഉണ്ട്, ഇങ്ങനെ നമ്മൾ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഉള്ള ഒരു നെഗറ്റീവ് രജിസ്ട്രേഷൻ വരുമോ, അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടാ? ഇല്ല, എന്റെ അനുഭവിച്ചത് ഏട്ടനല്ലേ. ഇല്ല, ഞങ്ങള് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു എവിടെ പുറത്തു പോയാലും ആരെങ്കിലും പറഞ്ഞു നീ വില്ലത്തി പോലെ ഇങ്ങനെയാണ്, ഞാൻ പറയും ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെന്റ്. അതാണ്. പിന്നെ 2 minute ശരണ്യ കൊണ്ട് ആരെങ്കിലും സംസാരിക്കാൻ അവർക്ക് മനസ്സിലാവും ഭയങ്കര പാവാണ്. അവര് ആരെങ്കിലും ഇങ്ങനെ സ്പെഷ്യലി അമ്മമാരില്ലേ, അവർ ഭയങ്കര ദേഷ്യത്തില് വരും. ഇങ്ങനെ നോക്കും, ഇതാ വേദികയല്ലേ. പിന്നെ കുറച്ച് മൈൻഡ് അടിക്കത്തില്ല കേട്ടോ, വേദികയാണല്ലോ, അതുകൊണ്ട് ചിലവര് ഇങ്ങനെ മൈൻഡ് അടിക്കത്തില്ല. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും, ഞാൻ പറയുന്ന എല്ലാം കേൾക്കും, സംസാരിക്കുന്ന രീതി എല്ലാം കേൾക്കും. ഇങ്ങനെയായിരുന്നില്ലല്ലോ. 2 minutes സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ തന്നെ നോക്കി, ആ അമ്മ സുഖല്ല, ഇങ്ങനെ അയ്യോ ഇതായിരുന്നു ആ കുട്ടി എന്നുള്ള ഒരു മൈൻഡ്. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഭയങ്കര ചൂടായത്? ചൂടായിട്ടില്ല, എന്തിനാണ് അത്ര ക്രൂരത, കുറച്ച് മോളെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എവിടെ വെച്ചാന്നറിയോ, ഞാൻ ഭയങ്കര ഭക്തയാ. അപ്പൊ ഞാൻ എല്ലാ അമ്പലത്തിൽ, എത്ര അമ്പലങ്ങളുണ്ടോ അല്ലെങ്കിൽ പള്ളിയായാലും അമ്പലം, ഞാൻ എല്ലായിടത്തും പോകും. അപ്പം അമ്പലത്തിൽ പോകുമ്പം ഈ അമ്പലത്തിൽ ഈ തേങ്ങ പൂക്കളൊക്കെ വിൽക്കുന്ന ചേച്ചിമാരുണ്ടല്ലോ, അയ്യോ ഞങ്ങൾക്ക് അയ്യോ സന്തോഷം ഇരിക്കും, മോളെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്റെ അടുത്തൊന്ന് തേങ്ങ വാങ്ങ, എന്റെ അടുത്തൊന്ന് തേങ്ങ വാങ്ങി. ഇങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ അവിടെ ഇങ്ങനെ ഒരു 5-6 പരുവം എല്ലാരും ഇങ്ങനെ 5-6 ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോ എനിക്ക് സങ്കടം. അപ്പൊ ഞാൻ അച്ഛന്റെ തേങ്ങ ഇവിടെ നിന്ന് വാങ്ങി, അമ്മയുടെ തേങ്ങ, അനിയത്തി, ചേട്ടൻ, അങ്ങനെ ജോയിന്റ് ഫാമിലി ഉണ്ടല്ലോ, അങ്ങനെ എല്ലാവരും. അപ്പൊ അവരെല്ലാരും ഹാപ്പിയായി. അപ്പൊ അവിടെ എനിക്ക് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, മോളെ എന്നിട്ട് അങ്ങനെ ആയിട്ട് എന്തായി, പറ വിടുന്നില്ല, അമ്പലത്തിലോട്ട് വിടുന്നില്ല. ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞു തരാം, ആദ്യം ഫുള്ള് കാണണം. അപ്പൊ അവർക്ക് ഇങ്ങനെ ഞാൻ നോർമൽ ഓഡിയൻസിനോട് അതിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളോട് അല്ലേ. അപ്പൊ നെഗറ്റീവ് ഫിയർ അങ്ങനെ ഒന്നുമില്ല? എനിക്ക് ഫിയർ ഒന്നുമില്ല. ഞാൻ ഏത് ക്യാരക്ടർ തന്നാലും ഞാൻ പോസിറ്റീവ് ആയിട്ട് പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ട്രോങ് ആണ് ക്യാരക്ടർ. ഈവൻ വേദിക ക്യാരക്ടർ നെഗറ്റീവ് ഇല്ല. അത് നല്ല ബിസിനസ് വുമൻ ഉണ്ടായി, സെൽഫ് ഇൻഡിപെൻഡന്റ് ഉണ്ടായി. ഇനീഷ്യലി ഐ ആം ടോക്കിംഗ്
അത് വലിയ ഇൻഡിപെൻഡന്റ് പിന്നെ നല്ല അധ്വാനിക്കുന്ന ഹാർഡ് വർക്ക് അങ്ങനത്തെ ഒരു ബോൾഡ് വുമൺ ആണ്. ഒരു ഡിസിഷൻ മേക്കിംഗിൽ ഒരു തെറ്റുണ്ടായി, പക്ഷെ അത് നല്ല ഒരു വുമൻ സെൻട്രിക് റോൾ ഉണ്ടായി. അത് നമ്മൾ ആ ഒരു ക്യാരക്ടറും ഭയങ്കര മെസ്സേജ് കൊടുക്കുന്നുണ്ട്. യെസ്, നമ്മളുടെ ഒരു നമ്മള് ഒന്നും എടുത്തു ചാടി എടുക്കുന്ന നമ്മൾ ഫ്യൂച്ചറോ അല്ലെങ്കിൽ ഫാമിലിയുടെയോ ഒന്നും ചിന്തിക്കാതെ നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി എടുത്തു ചാടി എടുക്കുന്ന തീരുമാനം ലാസ്റ്റിൽ അത് എവിടെയൊക്കെ പോയി നമ്മൾ ചെന്നെത്തും എന്നുള്ള ഒരു മെസ്സേജ് ഒന്നുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് അത് അതൊരു നല്ല ക്യാരക്ടറാണ്. ഭയങ്കര ഇഷ്ടമാ. ഞാൻ അതിനെ സ്നേഹിക്കുമായിരുന്നു, എൻജോയ് ചെയ്യുമായിരുന്നു. കാരണം എന്താണെന്നറിയാവോ, ആ ക്യാരക്ടറിന് എനിക്ക് അവാർഡ് കിട്ടിയ സമയമുണ്ടല്ലോ, ഞാൻ ആ അവാർഡിന് വേണ്ടി ഞാൻ ആ നൈറ്റിൽ ഉറങ്ങിയിട്ടില്ല. മനുഷ്യേട്ടൻ അറിയാം, ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്താണെന്നറിയോ, ആ ലഗേജ് പിടിച്ച് നിന്ന റെയിൽവേ സ്റ്റേഷൻ, അവിടെ ഹോട്ടലിൽ 2 ദിവസം റൂം കിട്ടാതെ ഇരുന്ന് അലഞ്ഞത്, അച്ഛനും അമ്മയുടെ വിഷമം, എല്ലാം ഞാൻ ആ നൈറ്റ് ഫുൾ ഇരുന്ന് ആലോചിച്ച് എനിക്ക് അത് ആലോചിക്കുമ്പോ തന്നെ എന്റെ നമ്മളാ വാശി നമ്മൾ ജയിച്ചെടുത്തു. അത് എന്നിട്ട് ഇത് പിടിച്ചപ്പോ ഉണ്ടല്ലോ, ഇതെല്ലാം ആലോചിച്ചു. എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ അനിയത്തി, എന്റെ ഫാമിലി, എനിക്ക് മനീഷേട്ടന്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് കാരണമാണ് എനിക്ക് ഒരു ദിവസം പോലും ഷൂട്ട് മുടങ്ങാതെ നാഗ്പൂരിൽ നിന്ന് അവിടെ പോയി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ആളുണ്ടല്ലോ എനിക്ക് ജീവനാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ മാരേജിനെ എല്ലാവരും പേടിക്കണം. ഞാൻ ജസ്റ്റ് ഒരു അഡ്വൈസ് തരാൻ പറ്റും. ഒരു നോർമൽ ഏത് കല്യാണം എന്തായാലും കോർട്ട്ഷിപ്പ് പീരീഡ് മിനിമം 3 to 6 months വേണം. കാരണം ഒരു മാസം ആൾക്ക് ആക്ട് ചെയ്യാൻ പറ്റും, 2 മാസം. പക്ഷെ 3 മാസം എന്തെങ്കിലും അത് പറ്റില്ല. മിനിമം 3 months. അഗ്രഗണ്യാണല്ലോ. ഞാൻ 1 മാസത്തിലെ കൺഫേം ചെയ്തു. 1 മാസം കൊണ്ട് കൺഫേം ചെയ്തു. ഷീ ഈസ് മൈ വൈഫ്. He is proud that and I am also proud that Dancing Star'le ഗോൾഡൻ ബസർ ഒക്കെ വാങ്ങി എല്ലാരും ഞാൻ നോക്കിയപ്പോഴേ, ഞാൻ എത്ര റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്, അവിടെ പല കണ്ടസ്റ്റന്റുകളിൽ പോയിട്ടുണ്ട്, ആരെങ്കിലും ഒക്കെ കരയാതെ ഇരിക്കും. ഇത് ആർട്ടിസ്റ്റ്, ജഡ്ജസ്, ഡയറക്ടർ, ടെക്നീഷ്യൻ, പ്രൊഡക്ഷൻ ഫുഡ് തരുന്ന ചേട്ടൻ, കോസ്റ്റ്യൂം തരുന്ന ചേട്ടൻ, ക്യാഷ് പേ ചെയ്യുന്ന ചേട്ടൻ, എന്തുകൊണ്ട് വണ്ടി ഓടിച്ച് നമ്മളെ കൊണ്ടുവന്ന നമ്മുടെ ഡ്രൈവർ ചേട്ടൻ, ഇവരെല്ലാരും കരയുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫില് എനിക്ക് വേണ്ടിയല്ല പൂവിന്റെ ഇന്നസെൻസ് ആൻഡ് ആ വ്യക്തിക്ക് വേണ്ടി കരഞ്ഞു. ദാറ്റ് മീൻസ് a lot. So that means a lot for me. ചേട്ടൻ വേണ്ട, ഇതിപ്പോ ഇന്റർവ്യൂ കാണുമ്പോ അവരും ഇത് കാണുന്നുണ്ട്. They knew. ഞാൻ പറയുന്ന ഫാക്ട് ആണ്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ഉണ്ടായി. കാരണം ഞാൻ ബോൺ ആൻഡ് ബ്രോഡ് അപ്പ് നോർത്തിലാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് എനിക്ക് എല്ലാ ക്രൂ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. 100,000 സ്നേഹം തന്നിട്ടുണ്ട് ഡാൻസിങ് സ്റ്റാർ. ഞങ്ങൾക്ക് തന്ന സ്നേഹം എനിക്ക് തോന്നുന്നു നമ്മൾ 50 ആണെങ്കിൽ അവിടെ നിന്ന് 100% ലവ് ആയിരുന്നു. സോ അപ്പൊ ബോയ് ഫ്രണ്ട്സ് ഒക്കെ പോട്ടെ പറയണം. ആർക്കുണ്ട് അതിന് ബോയ് ഫ്രണ്ട്? അല്ല ബോയ് ഫ്രണ്ട് അല്ല, ഇവിടെ സമയം കിട്ടിയിട്ടില്ല. ബോയ് ഫ്രണ്ട് അല്ല, ബോയ് ഫ്രണ്ട്സ് ഒക്കെ പോട്ടെ എന്ന് പറയണം. ഉള്ള നല്ല ജീവിതം ഇപ്പൊ കൊളവാക്കാനായിട്ട് ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറയണം. അല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമുക്ക് കൊറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, നല്ല ഫാമിലി പോലത്തെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോട്ടെ എന്ന് പറയണം. പണ്ടത്തെ അത് ഞാനും പേടിച്ചു പെടുന്നു ബോയ് ഫ്രണ്ട്. ഞാനും പേടിച്ചു പോയി. ഏത് ബോയ് ഫ്രണ്ട്? ലാസ്റ്റ് ഒരു സെഗ്മെന്റും കൂടെ ഉണ്ട്. ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ പേര് ലാഫ് ഓർ ഷൗട്ട്. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാ, ഞാൻ ഒരു ഇത് പറയും, ഐ മീൻ ഇങ്ങനെ ഇപ്പൊ ഒരു സെന്റൻസുകൾ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ പറയും. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചിരിക്കണം, ഇല്ലെങ്കിൽ ദേഷ്യപ്പെടണം. ദേഷ്യപ്പെടാൻ പിന്നെ എളുപ്പമാണല്ലോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഇഷ്ടമാണ്? ഇഷ്ടല്ല? ഇല്ല. ഒറ്റയ്ക്ക് ഇഷ്ടല്ല? ഓക്കെ. സെക്കൻഡ് വൺ, പാർട്ട്ണർ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ഇഷ്ട? ചേട്ടൻ ഏത് എക്സ്പ്രഷനാ?
ഇങ്ങനെ ഇയാള് ദേഷ്യത്തിലെ പോയി, പക്ഷെ അവിടെ കണ്ടപ്പോ ചിരി വന്നു. അപ്പൊ ഉപദേശിക്കുന്നത് ഇഷ്ടമാണോ? എന്നെ ഉപദേശിച്ചോണ്ട് എനിക്ക് അക്സെപ്റ്റ് കുഞ്ഞിന്റെ പോലെ. അതറിയില്ലേ, കല്യാണം കഴിഞ്ഞ ഭാര്യ ഉപദേശിച്ചാലും ഭർത്താവ് ഉപദേശിച്ചാലും മിണ്ടാണ്ടിരുന്ന് കേക്കണം. ഭാര്യ അല്ല, അങ്ങനില്ല. അങ്ങനില്ല. ഒരു പോയിന്റ് വരെ ഭാര്യ കേക്കും, പിന്നെ ഒരു പോയിന്റ് വരെ ഭർത്താവ് കേൾക്കണം. വരും. Yes. അതാണ് ദാമ്പത്യ ജീവിതം. അതെ. കുട്ടീനെയും വളരുമ്പോ മനസ്സിലായിക്കോളൂ. ഞാൻ പൈതലാണ്, വളർന്നു വരട്ടെ, നമുക്ക് ശരിയാക്കാം. പിന്നെ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ, ഡാൻസ് ചെയ്യാൻ മടിയില്ല. ഇഷ്ടാണ്, മടിയൊന്നുമില്ല. അതെനിക്ക് മനസ്സിലായി, ജിൽജില്ലായിട്ട് നിക്കണ കണ്ടപ്പോ. ബിരിയാണി ഇഷ്ടമാണ്, പക്ഷെ അതിലത്ത് ബീഫ് ബിരിയാണിയാണ് മസ്റ്റ്. ഇല്ല, ബിരിയാണി ഇഷ്ടമാണ്, ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉയര്. ഓക്കെ, ഒരു മിനിറ്റ്. ചിക്കൻ ബിരിയാണി ഉയര്. അപ്പൊ ഇത്ര നേരത്തെ നമ്മുടെ കോമ്പറ്റീഷൻ ഒക്കെ കഴിഞ്ഞു. നമ്മൾ എത്ര നിങ്ങൾ അതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. മനുഷ്യരെ അടിക്കും, അടിക്കില്ല, കോമ്പറ്റീഷൻ. അതായിരിക്കും തമ്മിൽ നോക്കാം. അപ്പൊ ഇതിനകത്ത് ആര് ജയിച്ചു എന്ന് പറയട്ടെ. ഇതില് ചേച്ചി ജയിച്ചു എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ ചേച്ചിയല്ല ജയിച്ചേ, നമ്മുടെ ചേട്ടനാണ് ജയിച്ചത്. അതെ, ഈ മൈൽ സ്റ്റോൺ മേക്കർ എന്ന് പറയുന്ന ഈ മീഡിയ എന്ന് പറഞ്ഞല്ലോ, ഫോർ അസ് ഇറ്റ്സ് നോട്ട് മീഡിയ, ഇറ്റ്സ് ലൈക്ക് ഫാമിലി. സോ അത് ഇനി പുറകെ ഇരുന്ന് പറഞ്ഞ കണ്ടന്റ് തന്ന ആള് പറഞ്ഞാലും ഇല്ലെങ്കിലും ഐ വിൽ ബി ഓൾവേസ് ഹാപ്പി ആൻഡ് കണക്റ്റഡ് വിത്ത് ഹിം. അത് കേട്ടാ മതി. താങ്ക് യു. അപ്പം എൻജോയ് ചെയ്തില്ലേ? ഒത്തിരി എൻജോയ്. അപ്പൊ ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ വിചാരിച്ചു നമ്മുടെ സീരിയലിൽ കാണുമ്പോൾ ഒരു നെഗറ്റീവ് ഇങ്ങനെ ക്രൂര മുഖമൊക്കെ ആയിരുന്നു, ഞാൻ വിചാരിച്ചു ഭയങ്കര ഒരു അങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര പാവമാണ്, അച്ചോടാന്നുള്ള പോലെയാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാനും കുറെ അടിച്ചു പൊളിച്ചു, കുറെ ചിരിച്ചു. Thank അപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചർ ജേർണിക്കൊക്കെ ഓൾ ദി വെരി ബെസ്റ്റ്. പൊളിച്ചടക്ക് രണ്ടുപേരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എൻറ്റയർ ടീം, എന്റെ അവിടെ ഇരിക്കുന്ന പ്രൊഡ്യൂസർ സാറേ ആൻഡ് ദ എൻറ്റയർ ടീം ക്രൂ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ such a having special us, honoring us. Thank you. yeah thank you. Okay, appo thank you so much. Thank you.